Hello guys, welcome back to my channel. ശരി റീടേക്ക് ഒരു മിനിറ്റ്. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊക്കോടി വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മൈൻഡ് ആക്കരുത് പ്ലീസ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൂസ് നോ മീ ബെറ്റർ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതിയിടും. എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോ കറക്റ്റ് ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് കിട്ടാ. ജയിക്കണവർക്ക് നമ്മള് സമ്മാനം കൊടുക്കും. സൗണ്ടിൽ വർത്താനം പറയണം കേട്ടോ, എന്നാലും കേൾക്കുള്ളൂ. നമ്മള് പാവപ്പെട്ട യൂട്യൂബ് ചാനലായതുകൊണ്ട് മൈക്കില്ല കേട്ടോ. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോബിയ. എനിക്ക് പേടിയുള്ള സംഭവം എന്താണ്? എന്തിനാണ് എനിക്ക് പേടി? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിനും എനിക്ക് പേടിയില്ല. ഞാൻ ഒരു ധൈര്യശാലിയാണ്. പക്ഷെ എനിക്ക് പേടിയുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്ത് പേടിയുണ്ട്. എടി, ഒരു സംഭവം നടക്കുന്നത് ഒരു സാധനം എനിക്ക് പേടിയുണ്ട്. എപ്പോഴും വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഈ പല്ലിയെ പാറ്റിയ പണ്ടാരങ്ങളൊന്നും അല്ല, മൃഗങ്ങളല്ല. അല്ല, ഇഷ്ടമുള്ള ഇഷ്ടമൊന്നും അല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. ഇനി എന്ത് ക്ലൂ തരാൻ പറ്റില്ല. എനിക്കറിയാം. ചെറുക്കം മരിച്ചില്ലേ കഴിഞ്ഞ പേടി പറഞ്ഞില്ലേ പോവാൻ? ആ പേടിയായിട്ട് പോയില്ലേ പറഞ്ഞില്ലേ? പക്ഷെ അതൊരു കാരണമല്ലല്ലോ. ഒരു സാധനം, ഒരു സംഭവമാണ് എനിക്ക്. കാലംകുഴി പറഞ്ഞിട്ടില്ല. അത് പേടിയൊന്നുമില്ല. നിങ്ങൾ എന്താ പറയണേ? എനിക്ക് ഇടിമിന്നലാണ് പേടി. എനിക്ക് വാളുമിന്നല് ഭയങ്കര, അത് പേടിയായി പറഞ്ഞു. പക്ഷെ അതല്ല സംഭവം. വാളുമിന്നലാണ് എനിക്ക് ഏറ്റവും ഫോബിയ. എനിക്ക് വാളുമിന്നലാണ് നല്ല തണുപ്പ് AC ഓണക്കൊണ്ട് എനിക്ക് പിന്നെ പേടിയുള്ളത് ഗൈസ്, എനിക്ക് മരിച്ചു വീട്ടിൽ പോവാൻ ഒരു നെഗറ്റീവ് വൈബാണ്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഒരു മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് 1/2 മാർക്ക് കൊടുക്കട്ടോ. 1/2 മാർക്ക് കിട്ടാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് 0 ഉണ്ടായിരിക്കും അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്റെ ഫസ്റ്റത്തെ വൈറലായ വീഡിയോ. നിങ്ങൾ വേറെയാണ് ഉദ്ദേശിക്കാൻ വരുന്നത്. പക്ഷെ അതല്ല ഫസ്റ്റത്തെ വൈറലായ വീഡിയോ. ഒരു 1 മില്യൺ അടിച്ച വീഡിയോ ഉണ്ട്. ഫസ്റ്റ് അതാണ് 1 മില്യൺ അടിച്ചത്. അല്ല, ആദ്യമായിട്ട് എന്റെ വൈറലായ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുത്താണ് 1 മില്യൺ. അല്ല, ആദ്യം ഞങ്ങൾ എല്ലാരും ഒരേപോലെ എഴുതിയിട്ടുണ്ട്. അറിഞ്ഞത് അതാണ് ശരിക്കും സോയിലാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കോളേജിൽ ഹസ്കി ഡാൻസ് ഹസ്കി ഡാൻസ് 1 മില്യൺ ആയി. മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ 1 മില്യൺ കഴിഞ്ഞിട്ടാണ് ഹസ്കി ഡാൻസ് കയറിയത്. 3 പേർക്ക് പോയിന്റ് ഇല്ല. ഇവര് എന്നെ അപ്പൊ ഒബ്സർവ് ചെയ്യാനുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 പേർക്ക് പോയിന്റ് ഇല്ല, 0 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഹൈറ്റ് എത്രയാണ്? കോളേജിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട്? നമ്മൾ എല്ലാവരും നോക്കിയത്. പറയണ്ട, എഴുത്. 150 സെന്റിമീറ്റർ. ഞാൻ 140. ഞാൻ പറയട്ടെ, 165, 164. ഐശ്വര്യ പോയിന്റ് നമ്മളെ 55. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഐശുവിന് 1 പോയിന്റ് നമ്മള് കൊടുത്തിരിക്കും. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറയട്ടെ. ഞാൻ പറയാം. ഒന്നുമില്ലെങ്കിൽ അമ്മന്റെ അടുത്ത് പറഞ്ഞു. അമ്മന്റെ അടുത്ത് പറഞ്ഞു.
അമ്മേന്റെ അടുത്ത് പറയും. ദേഷ്യപ്പെടുന്ന സങ്കടം വന്ന ഞാൻ അമ്മേനെ വിളിച്ചു പറയും. അമ്മേനെ വിളിക്കും. ദേഷ്യപ്പെടുക കൂടുതൽ സങ്കടം വന്ന സങ്കടം വന്ന അമ്മേന്റെ അടുത്ത് പറയില്ലടി നീ. 3 പേർക്ക് ഓരോ പോയിന്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. കൂടുതൽ ആരുടെ അടുത്ത് ദേഷ്യം വന്നാൽ ചൂടാവും. അല്ല സങ്കടം വന്ന പക്ഷെ നീ അമ്മേനെ വിളിച്ച് പറയില്ല നിനക്ക് സമാധാനം. അമ്മേന്റെ അടുത്ത് പറയുകയും ചെയ്യും. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ഗായ്സ്. സങ്കടം വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അങ്ങനെ ഇരിക്കും. അതൊന്നും ചെയ്യും. ഇല്ലെങ്കിൽ ഞാന് പിന്നെ അമ്മനെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കൊണ പറയും. അപ്പൊ സമാധാനം കിട്ടും. അതാണ് ഞാൻ സങ്കടം വന്നാൽ ചെയ്യാറ്. ഓക്കെ, അതുകൊണ്ട് 3 പേർക്ക് ഞാൻ ഓരോ പോയിന്റ് വെച്ച് കൊടുത്തിരിക്കണം കേട്ടാ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ട്ടാ, 5 ക്വസ്റ്റ്യനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് കാർട്ടൂണ് ഞാൻ ഇവിടെ ഇരുന്ന് കാണലുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ കാണലുണ്ട്. റീസെന്റ് എന്നല്ല, എനിക്ക് പണ്ട് മുതലേ ആ കാർട്ടൂണാണ് എനിക്ക് ഇഷ്ടം. അത് ഞാൻ അതിന്റെ പാട്ട് വരെ ഞാൻ പാടി നടക്കും. ഞാൻ ഇവിടെ ഇരുന്ന് കാണലുണ്ട്. അപ്പൊ എന്നെ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. ഹിന്റെങ്കിലും എഴുതി വെച്ചാൽ മതി. അത് എങ്ങനെയാണ് ആ കാർട്ടൂണ്, എന്തിന്റെ കാർട്ടൂണാണെന്ന് മാത്രം എഴുതിയാൽ മതി. പണ്ട് ഇങ്ങനെ പാടി നടക്കും അതിന്റെ പാട്ട്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. കൊച്ചു ടിവിയിലല്ല, ഡോറ ബുജി എന്നൊക്കെ എഴുതിയാ അച്ഛൻ തല്ലടിച്ച് പൊളിക്കട്ടെ. ഡോറ ബുജി കണ്ട് മാസം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കൊച്ചു ടിവിയിലേ അല്ല. കൊച്ചു ടിവിയില് ഞാൻ അങ്ങനെ കാണാനില്ല. എന്തേലും എഴുതും. കൊച്ചു ടിവിയിലല്ല, വേറെ ടിവിയിലാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് കാണലുണ്ട്. ഞാൻ പറയട്ടെ ഹിന്ദി, ഞാൻ ടൈപ്പ് ചെയ്തല്ല. ഞാൻ ഒരു കാര്യം പറയാ. നീ ഒരു അയ്യോ പക്ഷെ അത് കൊച്ചു ടിവിയിലുള്ളല്ലേ. ഇങ്ങനെ ആ തത്തമ്മ അതിൽ സംസാരിച്ചോണ്ടേ ഇരിക്കും. അതന്നെ എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പറയും. തത്തമ്മ വെറുതെ അതിന് പഴഞ്ചൊല്ലി പറയും. അതായത് പറയച്ചു. അത് എനിക്ക് പേരറിയണം. എനിക്ക് മനസ്സിലായി. പേരുണ്ട്. ഹണി ബണിക്ക ജോലി മാലിക്ക. അത് ഞാൻ വെറുതെ ഇവിടെ പാടില്ലടി. ഹണി ബണിക്ക ജോലി മാലിക്ക. പറയില്ല. ആ തത്തമ്മ സംസാരിക്കണം നീ പറയും. നമ്മള് കഴിച്ചു. അതുകൊണ്ട് അച്ഛൻ കംബാക്ക് 2 മാർക്ക്. ഈ ഫസ്റ്റത്തെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. അടുത്ത റൗണ്ട് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടാ. ഇത് നിർണായക നിമിഷം ട്ടാ. ലേറ്റ് നൈറ്റ് ഓർ ഏർലി മോർണിംഗ്. എനിക്ക് പറ്റണത് എന്താണെന്ന് എനിക്ക് പറ്റണ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അത് വിട്. പക്ഷെ എനിക്ക് പറ്റണത് ടെക്സ്റ്റിംഗ് ഓർ കോളിംഗ്. എഴുതിയാ? ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്. ഐ മീൻ ഔട്ടിംഗ് ആണോ ഇൻസൈഡ് ആണോ? മന്തിന്റെ ചെസ്റ്റ് പീസ് ആണോ ലെഗ് പീസ് ആണോ? ഞാൻ വ്ളോഗിൽ ഇങ്ങനെ ലൂസ് ടോക്ക് ആണോ അതോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ടോക്ക് ആണോ? ആൻസർ പറയണ്ട. എല്ലാവരും ഇതിനെ കറക്റ്റ് നോക്കാം. ഗൈസ് എനിക്ക് ലേറ്റ് നൈറ്റേ പറ്റുള്ളൂ. ഏർലി മോർണിംഗ് പറ്റില്ല. ഞാൻ എഴുതിട്ടാ. ഏർലി മോർണിംഗ് അച്ഛന് എത്ര പോയിന്റ് രാവിലെ എനിക്ക് എത്ര മടിയുള്ള ആളെ ഞാൻ. രാത്രി ഞാൻ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കും ഗൈസ്. പക്ഷെ രാവിലെ എനിക്ക് പറ്റില്ല. ടെക്സ്റ്റിംഗ് ഓർ കോളിംഗ്. എനിക്കറിയില്ല. പക്ഷെ ഞാൻ ടെക്സ്റ്റിംഗ് കോളിംഗ്. ടെക്സ്റ്റ് ചെയ്യല് എനിക്ക് ഇത്ര ഇഷ്ടമില്ലല്ലോ. മെസ്സേജ് പിന്നെ താല്പര്യല്ലേ? അല്ല എനിക്ക് അറിയണോണ്ടല്ല. ഞാൻ ഇവിടെ എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കണ ഇഷ്ടം. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? വിളിക്കില്ല. എപ്പോഴെങ്കിലും ഇവിടെ മെസ്സേജ് അയക്കൂടി വീട്ടിൽ പോയാ? ഞാൻ നമ്മുടെ കാര്യമല്ല, പൊതുവെ ഉള്ള കാര്യം പറയുമ്പോ ഇവൾക്ക് മെസ്സേജിലാണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. അത് നമ്മുടെ അടുത്തുള്ളതല്ല. എടി ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? അവൾക്കേ ഒരു കൺഫ്യൂഷൻ ആണ്. ശരി, ഈ ക്വസ്റ്റ്യൻ മാറ്റാം. നമുക്ക് ലാസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഔട്ടിംഗ് ഓർ വീട്ടിലിരിക്കുന്ന ഔട്ടിംഗ്. ലെഗ് ഓർ ചെസ്റ്റ്? ലെഗ്. ലൂസ് ടോക്ക് ഓർ സ്ക്രിപ്റ്റ്? കറക്റ്റ്. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് ആലോചിച്ചിട്ട് പറയാം. പാർക്കിൽ പോവാനാണോ ഇഷ്ടം, കഴിക്കാൻ പോവാനാണോ ഇഷ്ടം? പാർക്കിൽ കളിക്കാൻ പോവാനാണോ ഇഷ്ടം, എനിക്ക് കഴിക്കാൻ പോവാനാണോ ഇഷ്ടം? ഞാൻ ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ചിട്ടാണ് കഴിക്കാൻ. ഇപ്പൊ തിന്നാൻ കിട്ടി എവിടെയാണെന്നും പോകും. ഓക്കെ ഗൈസ്, അപ്പളേ നമ്മള് പോയിന്റ് നിലവാരം നമ്മള് പരിശോധിക്കുകയാണ്.
4 5 6 അപ്പൊ നമ്മുടെ അക്ഷര സന്തോഷ് അര മാർക്കിന് വിജയിച്ചിരിക്കുകയാണ്. പ്രൈസ് നമ്മുടെ 2 മുത്തുകുടങ്ങൾക്കാണ്. ഗിഫ്റ്റ് തരാൻ പറഞ്ഞു. ഗൈസ് ഇവൾക്ക് മൂക്കടപ്പിന് അല്ല അക്ഷര സന്തോഷിന് മൂക്കടപ്പിന്റെ അസുഖമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു വിക്സ്. ഗിഫ്റ്റ് എടുക്കും. എന്റെ സ്വന്തം അമ്മണീനെ ഞാൻ ഇവൾക്ക് ദാനം കൊടുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനർജി ഒക്കെ പോയി ഇല്ല, കംപ്ലീറ്റ് എനർജി ഉണ്ട്. കാട്ടിത്തരാം വെച്ചിട്ട് ആട്ടിട്ട് കളിക്കണം. ഗൈസ് ഇതാ നമ്മള് ഗിഫ്റ്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അമ്മണീനെ നമ്മള് ദത്ത് കൊടുത്തു. അവള് ദത്തെടുത്തു. അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫാന്റാസ്റ്റിക് നൂഡിൽസ് വീഡിയോസ് നമ്മളിതില് ഫുഡ് ടാസ്ക് ഒക്കെ വെക്കാം. സോൺ പേപ്പർ സിസർ കളിച്ചിട്ട് ആ സാധനം അടുത്തേക്ക് വരുന്നതായിരിക്കും ഗൈസ് ഓരോരോ ഗെയിംസ് ഒക്കെ ആയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.